കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിയാണ്. വ്യാപാരി സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ്. സാധാരണക്കാരായ ജനങ്ങളുമായി ഇത്രയേറെ ഇഴയടുപ്പമുള്ള ഒരു സമൂഹം വേറെയില്ല. അവരുടെ ജീവിത സ്പന്ദനങ്ങൾ അറിയുന്ന ഒരു വിഭാഗമാണ് വ്യാപാരികൾ. ഒരു കാലത്ത് ഈ വ്യാപാരികളുടെ സ്ഥിതി ഇന്നത്തെ ഒരവസ്ഥയായിരുന്നില്ല. ഉദ്യോഗസ്ഥ മേലാളന്മാർ വരുമ്പോൾ അവരുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി എഴുന്നേറ്റ് നിൽക്കുന്ന തോഴന്മാരെ പോലെ നിൽക്കുന്ന ഒരു വ്യാപാരി സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ വരുന്ന സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥനായാലും ലേബർ ഉദ്യോഗസ്ഥനായാലും ലേബർ വകുപ്പിലെ ഉദ്യോഗസ്ഥനായാലും ഇവരൊക്കെ ഈ കട മുതലാളിയുടെ കസേരയിൽ കയറിയിരുന്ന് ആജ്ഞാപിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ കെട്ട കാലത്ത് നിന്ന് വ്യാപാരികളെ നിവർന്നു നിൽക്കാൻ, നെഞ്ചുറപ്പോടെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഏതാണ്ട് 10 ലക്ഷം അംഗങ്ങളുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെക്കുറിച്ച് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടി വരിക ടി നസറുദ്ദീൻ എന്ന പേരാണ്. അദ്ദേഹം കുറിക്കുകൊള്ളുന്ന മറുപടികളിലൂടെ എന്നും മലയാളക്കരയിൽ മനുഷ്യരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ആളാണ്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മലബാറിൽ നിന്നുള്ള ഏറ്റവും ഉന്നതനായ നേതാവ്, വടക്കേ മലബാർ ഉന്നതനായ നേതാവ് ദേവസ്യ മേച്ചേരിയാണ്. പയ്യാവൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ യൂണിറ്റ് പ്രസിഡന്റായി തുടക്കം, പിന്നെ ജില്ലാ നേതാവായി, ജില്ലാ പ്രസിഡന്റായി ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം. അതിനുശേഷം സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാന ട്രഷറർ, പിന്നെ ഒരു സംഘടന ഏറ്റവും കരുത്തുറ്റ പോസ്റ്റായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം. ഈ പദം അലങ്കരിക്കുന്ന ദേവസ്യ മേച്ചേരിയുടെ ജീവിതത്തിലൂടെ, ആ സംഘടനയുടെ പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ എപ്പിസോഡിൽ സക്സസ് സ്റ്റോറി ചെയ്യുന്നത്. പ്രിയ പ്രേക്ഷകരെയും ഒപ്പം ദേവസ്യ മേച്ചേരിയെയും സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ദേവസ്യ മേച്ചേരി, എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? എങ്ങനെയുണ്ട് സംഘടനാ പ്രവർത്തനമൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ദേവസ്യ മേച്ചേരി, നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്ന് ആദ്യം ചോദിക്കണം. നമ്മൾ അങ്ങനെയാണ് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുമ്പോൾ അറിയേണ്ടത്, അല്ലെ? എവിടെയാണ് താങ്കൾ ജനിച്ചത്? ഞാൻ ഇടുക്കി ജില്ലയിൽ തൊഴുപുഴ താലൂക്കിൽ ആലക്കോട് പഞ്ചായത്തിലാണ്. അവിടെ ഉണ്ട് ഒരു ആലക്കോട്? ഉണ്ട്. ഓ, അവിടുന്ന് 10 വയസ്സുള്ളപ്പം മാതാപിതാക്കളോടൊപ്പം കണ്ണൂരിൽ വന്നു. അച്ഛന്റെ പേര് മത്തായി, അമ്മയുടെ പേര് ഏലി. ഏലി. മത്തായി ഏലി ദമ്പതികളുടെ എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ 8 പേരാണ്. എത്രാമത്തെ ആളാണ്? ഏഴാമത്തെ ആളാണ്. അപ്പൊ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് മാതാപിതാക്കൾ ഇങ്ങോട്ട് കുടിയേറിയത്? 1966. 66. എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം? നിങ്ങൾക്ക് 10 വയസ്സാണെങ്കിൽ ചെറിയ ഓർമ്മ ഉണ്ടാവുമല്ലോ. അതെ, അവിടെ തിരുവിതാംകൂറിലെ ആളുകൾക്ക് കൃഷിഭൂമി കുറവായി. അപ്പം ഞങ്ങളുടെ ആളുകൾ പൊതുവെ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്ത് കൃഷിയായിരുന്നു അന്ന് പ്രധാനമായും ചെയ്തത്? റബ്ബർ, കമുക, അങ്ങനെയുള്ള. അപ്പം ഭൂമി കുറഞ്ഞപ്പം ഭൂമിയുടെ അളവ് കൂട്ടാൻ വേണ്ടി ഒരു കുടിയേറ്റത്തിന്റെ കാലമായിരുന്നു 1947 മുതൽ തിരുവിതാംകൂറിൽ നിന്ന്, മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കേരളത്തിലേക്ക്, മലബാറിലേക്ക്. അപ്പം അതിന്റെ ഭാഗമായി 1966 എൻ്റെ ഫാദറും മത്തായിയും ഏലിയും മക്കളെയും കൂട്ടി മലബാറിലേക്ക് ട്രെയിൻ കയറുകയായിരുന്നു, ബസ് കയറി? ട്രെയിൻ കയറി. 10 വയസ്സിൽ ആ ട്രെയിൻ യാത്ര ഓർമ്മയുണ്ടോ? 10 വർഷത്തെ 10 വയസ്സാണെങ്കിൽ ഓർമ്മയുണ്ടാവില്ല. ഓർമ്മയുണ്ട്. ആദ്യത്തെ ട്രെയിൻ യാത്രയാണോ അത്? അതെ. അന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്രെയിനിന് സീറ്റൊന്നുമില്ല. ഇങ്ങനെ ബാത്റൂമിന്റെ പിന്നിലൊക്കെ അച്ഛന്റെ കയ്യില് തൂങ്ങി നിൽക്കുന്ന യാത്ര ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഓർമ്മയുള്ളത്. അവിടെ നിന്ന് വന്ന് എവിടെയാണ് നിങ്ങൾ സെറ്റിലായത്? പയ്യാവൂര്.
പയ്യാവൂർ എന്ന സ്ഥലത്ത്. ആ പയ്യാവൂർ എന്നെങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് പയ്യാവൂർ ഹൈടെക് ആയല്ലോ. അന്നത്തെ നിങ്ങൾ വരുന്ന ആ 10-ാം വയസ്സിൽ ഉള്ള പയ്യാവൂർ അന്ന് കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ, രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഈ നാട്ടിലെ ജനിച്ചു വളർന്ന ആളുകൾ ഉണ്ടായിരുന്നു. വീടില്ലാത്തവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി എല്ലാവരെയും പരമായിട്ട് അവർ സ്വീകരിച്ചു. ഈ 10-ാം വയസ്സിലുള്ള ഈ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ എങ്ങനെയാണ് സ്ഥലമെല്ലാം വാങ്ങി, എന്തൊക്കെയാണെന്ന് തുടങ്ങിയത്? റബ്ബർ മാത്രമാണോ അന്നത്തെ? നിങ്ങളുടെ റോൾ എന്താണ്? അന്ന് അവിടെ അങ്ങനെ റബ്ബറില്ല. അന്ന് തെരുവ കൃഷിയാണ് മെയിൻ. തെരുവപ്പുല്ലിന്റെ കൃഷി. തെരുവപ്പുല്ല്. ഇന്നതൊന്നും ഇല്ലല്ലോ. ഇന്നതൊന്നും തെരുവപ്പുല്ല് കൃഷിയാണ്. ഈ സഹോദരങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്? എല്ലാവരും ഇല്ല, രണ്ടുപേര് ചെറുപ്പത്തിലേ മരിച്ചുപോയി. ബാക്കിയുള്ളവരൊക്കെ കൂടെ ഉണ്ട്. അവരെങ്ങനെയാണ് മരണപ്പെട്ടത്? വളരെ ചെറുപ്പത്തിലെ രണ്ടാളും മരിച്ചു. പിന്നെ മൂന്ന് പേരിപ്പം മരിച്ചുപോയി. ബാക്കി ഞങ്ങളിപ്പം 3 പേരേ ബാക്കിയുള്ളൂ. 3 പേരേ ഉള്ളൂ. 8 പേരായിരുന്നു മൊത്തം. 8 പേര്. അതിൽ 7-ാമത്തെ ആളായിരുന്നു നിങ്ങൾ. 3 പേരാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. മാതാപിതാക്കളും മരിച്ചുപോയി. പയ്യാവൂര് പഠനമൊക്കെ എവിടെയായിരുന്നു ശരിക്കും? പഠനം ഈ സ്കൂൾ കാലഘട്ടം ആദ്യം ഇവിടെ തൊടുപുഴയും അതിനുശേഷം പയ്യാവൂരും. അവിടെ തൊടുപുഴ എത്രാം ക്ലാസ് വരെ പഠിച്ചായിരുന്നു? 4 വരെ. പയ്യാവൂര് 10 വരെ. അതിനുശേഷം അങ്ങനെ പഠിച്ചില്ല. എന്തായിരുന്നു ആ കാലഘട്ടത്തിലുള്ള പ്രധാന ജോലി? 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ദേവസ്യ മേച്ചേരി എന്താണ്? അത് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കച്ചവടം തുടങ്ങി. 12-ാം വയസ്സിൽ തന്നെ പണി തുടങ്ങി? 12 അല്ല, 17-ാം വയസ്സിൽ. എന്താണ് 17-ാം വയസ്സിൽ തുടങ്ങി ആദ്യത്തെ കച്ചവടം? മീൻ കച്ചവടം. അത് പറഞ്ഞ കർഷക കുടുംബമാണ്. ആദ്യം തുടങ്ങിയത് മീൻ കച്ചവടം. അതങ്ങനെ തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ നിൽക്കുമ്പോഴും ഞാൻ 17-ാം വയസ്സിൽ മീൻ കച്ചവടത്തിലൂടെയാണ് വ്യാപാരത്തിലേക്ക് ഇറങ്ങിയത് എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പച്ചയായി തന്നെ പറയുക എന്നുള്ളതാണ്. 1 കൊല്ലം കൊണ്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷായി. എങ്ങനെയായിരുന്നു ഈ മീൻ കച്ചവടത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം? കുറഞ്ഞ മുതൽ മുടക്കിൽ. എത്ര രൂപയായിരുന്നു അന്ന് ആദ്യത്തെ കയ്യിൽ? ഒരു 2000-3000 രൂപയൊക്കെ. അതാരാണെന്ന് തന്നത്? അന്ന് അച്ഛൻ തന്നു കുറച്ച്. ബാക്കി ഇങ്ങനെ നമ്മള് കയ്യിൽ സുരുവിച്ച് വെച്ചിരുന്ന പൈസ. അങ്ങനെ മീൻ കച്ചവടം. എവിടെയാ മീൻ കച്ചവടം ചെയ്തത്? ടൗണിൽ തന്നെ ചെയ്തു? അതിലോ സൈക്കിൾ കൊണ്ട്? ടൗണിൽ കടയിട്ടിരുന്നു. ചെറിയ കടയിട്ടിട്ട് കടയിട്ട് മീൻ കച്ചവടം. മത്സ്യമാണ്, അല്ലാതെ പച്ചമീനല്ല. ഉണക്ക മത്സ്യ വ്യാപാരിയായിരുന്നു. അതിന്റെ കച്ചവടം ചെയ്തു. അത് കഴിഞ്ഞ് അത് 1 കൊല്ലം കൊണ്ട് കട പൂട്ടി. എന്താ പൂട്ടാൻ കാരണം? നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ വന്ന സാധനം മേടിച്ചുകൊണ്ട് പൈസ തന്നില്ല. കടം വാങ്ങാൻ തുടങ്ങി. കടം കൊടുത്തു. നമ്മൾ കടം മേടിച്ചത് കൊടുക്കാൻ കഴിയാതെ വന്നു. പിന്നെ 1 വർഷം കൊണ്ട് കട പൂട്ടി. അതിന് പൂട്ടിട്ടു. അതിനുശേഷം 2 വർഷക്കാലം വീട്ടിലിങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞ് ചെറുങ്ങനെ 82 തുടങ്ങി. അതിപ്പോൾ അങ്ങനെ. എന്ത് കച്ചവടമാണ് പിന്നെ തുടങ്ങിയത്? 82 പിന്നെ സ്റ്റേഷനറി പ്ലാസ്റ്റിക് ഐറ്റം. അങ്ങനെ 82 സ്റ്റേഷനറി കട തുടങ്ങി. ആ സ്റ്റേഷനറി കടയിലെ ആദ്യം ഈ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നു? KSU ഏതൊക്കെ പോസ്റ്റിൽ വരെ എത്തിയിട്ടുണ്ട്? ഇല്ല, അതങ്ങനെ സ്കൂൾ രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഓർമ്മയിലുള്ള അധ്യാപകർ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? അവരെല്ലാം തന്നെ മരിച്ചുപോയി, ആരും ബാക്കിയില്ല. അല്ല, ഏറ്റവും ഈ ഒരു ഇഴയെടുപ്പമുള്ള കാരണം ആരാണ്? ജെയിംസ് തേവർമറ്റം. എന്താണ് അദ്ദേഹമായിട്ടൊരു ഇഴയെടുപ്പ് ഉണ്ടാകാൻ കാരണം? അദ്ദേഹത്തിന് എന്നോട് വലിയ താല്പര്യമായിരുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി എനിക്കും താല്പര്യമായിരുന്നു. എന്തായിരുന്നു അതിനൊരു റീസൺ ഉണ്ടാവില്ല? എന്തെങ്കിലും ഒരു കാരണം? ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് 10-ാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ പോയില്ല? സാമ്പത്തിക പ്രയാസം. അതുകൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ പഠിക്കാതിരുന്നത് ഒരു വിഷമം ഇപ്പോൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നില്ല. അതിനേക്കാൾ കരുത്തുറ്റ അവസ്ഥയിലേക്ക് ജീവിതം പറിച്ചു നടാൻ താങ്കൾക്ക് സാധിച്ചു. ഈ വ്യാപാര രംഗത്ത് നിൽക്കുന്ന കാലത്ത് ഈ കുടിയേറ്റ കാലമുണ്ടല്ലോ, നിങ്ങൾ മാതാപിതാക്കൾ വന്നു, സഹോദരങ്ങളൊക്കെ ആയിട്ട്, ആ കാലഘട്ടത്തിൽ മനസ്സിനെ ഒരു നൊമ്പരപ്പെടുത്തിയ അനുഭവങ്ങൾ എന്താണുള്ളത്? കാരണം ഭയങ്കര സ്ട്രഗ്ലിങ് കാലഘട്ടമായിരുന്നു അത്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു പഠിക്കാൻ പണമില്ലാത്ത ഒരു സാഹചര്യം, ഭയങ്കര പട്ടിണിയും പരിവട്ടത്തിൻ്റെയൊക്കെ ഒരു കാലമായിരുന്നു. അപ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്കങ്ങനെ ഒരു പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. കഠിനാധ്വാനം ചെയ്യണം. അന്ന് കൂട്ടായിട്ടുള്ള അധ്വാനമാണ്. എങ്ങനെയാണ് അന്നത്തെ ഒരു റൊട്ടീൻ ദിവസം എങ്ങനെയാണ് തുടങ്ങിയിരുന്നത് ആ കാലത്തൊക്കെ? ദിവസം രാവിലെ ഏറ്റാൽ എത്ര മണിക്ക് എഴുന്നേക്കേണ്ടി വരും? ഒരു 5 മണി 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ ആദ്യം അച്ഛൻ്റെ കൂടെ കൃഷിപ്പണിയിൽ, അന്ന് കപ്പ കൃഷി, എള്ള് കൃഷി, ഇഞ്ചി കൃഷി, കപ്പ കൃഷി,
എള്ള്, കപ്പ, എള്ള്, ഇഞ്ചി, പിന്നെ തെരുവ, അങ്ങനെയുള്ള തെരുവ പുല്ല്. അത് എന്തിനു ഉപയോഗിക്കുന്നതാണ് സാധനം? അതിങ്ങനെ വാറ്റിയിട്ട് അതിന്റെ ഇത് നീര് കൊടുത്താൽ നല്ല പൈസ കിട്ടും. തെരുവ പുല്ല് അല്ലേ? ആ, ഇതെല്ലാം പറമ്പിൽ കൃഷിയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ അച്ഛനെ സഹായിച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. അത് സ്കൂൾ എവിടെയാണെന്ന് ഉണ്ടായിരുന്നത്? ഒരു 4 കിലോമീറ്റർ ദൂരത്തിലാണ്. എവിടെയാ ആ സ്ഥലം? ഇരുട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇരുട്. എങ്ങനെയാ പോവാന്ന്? നടന്നിട്ട് പോകാം. അന്നത്തെ യൂണിഫോം, പുസ്തകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യൂണിഫോം ഉണ്ടോ? യൂണിഫോം ഉണ്ട്, പുസ്തകമുണ്ട്. അങ്ങനെ 10ാം ക്ലാസ് അവിടെ തന്നെയാണോ ഈ 10ാം ക്ലാസ് പൂർത്തിയാക്കിയത്? അതേ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ടാണ് ഈ ബിസിനസ് രംഗത്തേക്ക് വന്നത്. ദേവസ്യ മേച്ചേരി എപ്പോഴാണ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലേക്ക് അതിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത്? അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു? ഒന്നുമില്ല, പ്രാദേശികമായിട്ട് എല്ലാ സ്ഥലത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, ആ കാലഘട്ടത്തിൽ ഈ 82 അന്നേരം രൂപീകരണം നടക്കുന്ന സമയമാണോ? അല്ല, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്ത് രൂപീകരിക്കുന്നതിന് മുന്നേ തന്നെ. ഏത് വർഷമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപീകരിക്കുന്നത്? 81. അതിനു മുമ്പ് തന്നെ പ്രാദേശികമായിട്ട് മർച്ചന്റ് അസോസിയേഷനും ചേംബർ ഓഫ് കൊമേഴ്സും ഒക്കെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. 81 വ്യാപാരി വ്യവസായ ഏകോപന സമിതി രൂപീകരിച്ചതിന് ശേഷം അതിൽ എല്ലാ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് CM ജോർജും MO ജോണും. തൃശ്ശൂരുകാരാണ്. അവർക്ക് അങ്ങനെ സംസ്ഥാന തലത്തിൽ ഈ എല്ലാ ചെറു സംഘടനകളും ഒന്നിപ്പിക്കണം എന്നൊരു തോന്നലുണ്ടായി. അതെന്താന്ന് വെച്ചാൽ തൃശ്ശൂർ ഒരു തൊഴിൽ സമരം വന്നു. ആ തൊഴിൽ സമരം വന്നപ്പം ഒരു തരത്തിലും കച്ചവടക്കാർക്ക് തൊഴിലാളികളെ നേരിടാൻ കഴിയാതെ വന്നു. തൊഴിലാളികളുടെ മർക്കടമുഷ്ടിയായിരുന്നു. അപ്പം കടപൂട്ടിക്കൊണ്ട് ധീരമായി തൃശ്ശൂരിൽ അതിന് തുടക്കം കുറിച്ചു. അപ്പം തൃശ്ശൂരിലെ കൊണ്ട് മാത്രം ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലാതെ വന്ന സാഹചര്യത്തിൽ അന്ന് ചേംബർ ഓഫ് കൊമേഴ്സും മർച്ചന്റ് അസോസിയേഷനായിട്ട് പ്രവർത്തിച്ച കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 81 ഏകോപന സമിതി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യം. അങ്ങനെ 4 കൊല്ലക്കാലം CM ജോർജും MO ജോണും നേതൃത്വം നൽകി. 85 വരെ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ നിങ്ങളെപ്പോഴാണ് ഈ സംഘടന അവിടെ രൂപീകരിക്കുന്നത്? പയ്യാവൂർ ഈ സംഘടന? പയ്യാവൂര് 75 മർച്ചന്റ് അസോസിയേഷൻ ഉണ്ട്. പയ്യാവൂരിൽ 75 മർച്ചന്റ്. പക്ഷേ അതാരാ പയ്യാവൂരിൽ അത് ഉണ്ടാക്കിയത്? അതൊരു VP ഖാദർ. അന്ന് എത്ര കടയുണ്ടാവും അവിടെ? ഒരു 25 കടയെ താഴെ കാണും. അപ്പൊ അത് കഴിഞ്ഞ് അതങ്ങനെ തളർന്നു കിടന്നു. പിന്നെ 81 സംഘടന രൂപീകരിച്ചു. ഏകോപന സമിതിയുടെ ഭാഗമായി 84 അതിന്റെ ചുമതല ഞാൻ ഏറ്റെടുത്തു. അത് 40 വർഷം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം പിന്നെ നമ്മുടേതായ ഒരു ശൈലിയിലുള്ള ഒരു പ്രവർത്തനം. എന്താണ് ആദ്യം ചെയ്തത് പയ്യാവൂരിൽ? ഒന്നാമത്തെ പ്രശ്നം അവിടെ അന്നുള്ളത് ഒരു കുടിയേറ്റ മേഖല എന്നുള്ള നിലയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു വല്ലാത്ത അഴിഞ്ഞാട്ടം. എന്തൊക്കെ പണിയായിരുന്നു അന്ന് സാമൂഹ്യ വിരുദ്ധർ പ്രധാനമായും ചെയ്തത്? ഉച്ചവരെ പണിയെടുത്ത് ഉച്ച കഴിഞ്ഞ് ടൗണിലേക്ക് ഇറങ്ങിയാൽ ഈ കുടിച്ചിട്ട് ടൗണിലാണല്ലോ പിന്നത്തെ അവരുടെ പ്രകടനം. വീട്ടിൽ പത്രമില്ല, TV ഇല്ല, റേഡിയോ ഇല്ല, ടെലിഫോണില്ല. അപ്പം വൈദ്യുതി അവിടെ ഇല്ല. പയ്യാവൂരന്ന് വൈദ്യുതി ഇല്ല. അപ്പം സ്വാഭാവികമായി അവരുടെ വൈദ്യുതിയും ടെലഫോണും പത്രവും TVയും ഒന്നുമില്ലാത്തൊരു കാലം. അപ്പം ടൗണിൽ വന്നാൽ മാത്രമേ ടൗണിലെ വാർത്തകൾ അറിയാൻ കഴിയുള്ളൂ, നാട്ടിലെ വാർത്തകൾ അറിയാൻ കഴിയും ആളുകൾക്ക്. പിന്നെ അവരവർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ടൗണിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അന്ന് ഗ്രാമത്തിൽ വീടിൻ്റെ മുന്നിൽ കടകളില്ല. കടമായിട്ട് തന്നെ അന്ന് ഒരു വർഷം ജീവിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാർ കൃഷിക്കാർക്ക് വായ്പയായിട്ടും കൊടുക്കും. അന്നത്തെ ഒരു കച്ചവടത്തിന്റെ രീതി അതാണ്. ഒരു വർഷത്തേക്കാണ് കടം. ഒരു വർഷവും വിളവെടുപ്പ് കഴിഞ്ഞാലേ നമുക്ക് പൈസ പൂർണ്ണമായിട്ട് അങ്ങനെ കിട്ടും. അവിടുത്തെ സാഹചര്യം അതാ. ഒരു വർഷം ഇല്ല, ഓരോ കൃഷി ഇങ്ങനെ മാറി മാറി വിളവെടുപ്പ് വരുമ്പോൾ ഒരു വർഷം വരെ ആകാം. വിളവെടുക്കുന്ന സാധനം കടയിലാണല്ലോ കൊണ്ടുപോകുന്നത്. വിളവെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കടം കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം അവിടെ വന്ന് ടൗണിൽ തന്നെ ഒരു 12 മണി രാത്രി വരെയൊക്കെ ആളുകൾ ടൗണിൽ തന്നെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന അന്നത്തെ ആളുകളുടെ ഒരു അറിവില്ലായ്മയുണ്ടല്ലോ. അപ്പം വരുന്ന ഈ വാക്കേറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ വ്യാപാര സ്ഥാപനം കേന്ദ്രീകരിച്ച വ്യാപാരികളുടെ വിഷയത്തിലല്ലാതെ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടലിന്റെ വേദി കടകളാണ്. അപ്പോൾ അവിടെ മധ്യസ്ഥം പറയേണ്ടി വരും, അവർക്കൊരു സംരക്ഷണം തീർക്കേണ്ടി വരും. ഇപ്പം 4 കച്ചവടക്കാരൊന്നിച്ച് പോയിട്ട് ഒച്ച വെക്കുന്നവനെ പിടിച്ചു മാറ്റാനും അവരെ സംഘർഷത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന പ്രവർത്തനം ഒന്ന്.
രണ്ട് ചുമട്ടുതൊഴിലാളികളും കച്ചവടക്കാരായിട്ട് പ്രശ്നം വരും, ഉപഭോക്താവും കച്ചവടക്കാരായിട്ട് പ്രശ്നം വരും. ഇപ്പം ആ ഒരു വിഷയം. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഉപഭോക്താവും കച്ചവടക്കാരും തമ്മിലും അതുപോലെ ചുമട്ടുതൊഴിലാളിയും കച്ചവടക്കാരും തമ്മിൽ വിഷയങ്ങൾ? അത് വരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സംഘടന സ്ട്രോങ് അല്ല. സ്ട്രോങ് അല്ലാതെ വരുമ്പം ചുമട്ടുതൊഴിലാളികളും സ്ട്രോങ് അല്ല. അപ്പം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സമീപനം ഓരോ ഉപഭോക്താവിനോടും സ്വീകരിക്കും, ഓരോ വ്യാപാരിയോടും സ്വീകരിക്കും. അപ്പം അതിൻ്റെയൊക്കെ പേരിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാകുക നിത്യസംഭവമായിരിക്കും. അതാണല്ലോ പ്രശ്നം. അല്ലാതെ വല്ലാത്ത വേറെ കാര്യമായ കാര്യങ്ങളല്ല. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഉപഭോക്താവും കച്ചവടക്കാരനായിട്ട് അന്നുണ്ടാകുന്ന പ്രശ്നം, കടം ചോദിച്ചാൽ, കടം മേടിച്ചാൽ അത് തിരിച്ചു ചോദിക്കരുത്. ചോദിച്ചാൽ കച്ചവടക്കാരനില്ലാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പം കച്ചവടക്കാരന് ആയിട്ടുള്ള ഒരു തർക്കം വരും. പിന്നെ സ്വാഭാവികമായിട്ടും നാട്ടിലെ എല്ലാ കാര്യങ്ങളും വ്യാപാര സ്ഥാപനത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പം ആ വ്യാപാരി തെറ്റിയത് തന്നെ പൊതുവെ വ്യാപാരിയെ ശത്രുവായിട്ട് ഒരു സമൂഹം പ്രഖ്യാപിക്കും. അവരുടെ പിന്നെ എതിരാളികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ട് ഓരോ വ്യാപാര സ്ഥാപനത്തെ അന്ന് കാണും. ഇന്നുള്ളതുപോലെ രാഷ്ട്രീയ പാർട്ടിക്ക് ആഫീസുകളോ രാഷ്ട്രീയ പാർട്ടികളൊന്നും അത്ര സ്ട്രോങ് ആയിരുന്നില്ല ആ കാലഘട്ടം. അതിനുശേഷമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശക്തമായത്. അപ്പം എല്ലാം ഒരു കടയെ ചുറ്റിപ്പറ്റി, ഗ്രാമത്തിലുള്ള കടകളെ ചുറ്റിപ്പറ്റിയാണ് അന്ന് ഒരു സമൂഹത്തിന്റെ മൊത്തം എല്ലാ സാംസ്കാരികവും രാഷ്ട്രീയവും എല്ലാമായ കേന്ദ്രം, വികസനവും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരെയും MLA-മാരെയും ഒക്കെ സൃഷ്ടിക്കുന്നതിലും അവർ വന്നാൽ അവർക്കിരിക്കാനുള്ള ഓഫീസും അവരെ വിശ്വസിക്കുന്ന അല്ലെ അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ സ്ഥാപനമായിരുന്നു. പൊതുസ്ഥാപനങ്ങളുടെ എണ്ണം കുറവായിരുന്നു, ഒന്നുമില്ല. അതുകൊണ്ട് ഈ വ്യാപാര സ്ഥാപനങ്ങളൊന്നും വന്നില്ല. ഗ്രാമത്തിൽ പയ്യാവൂര് പോലുള്ള സ്ഥലത്ത് ഒന്നുമില്ല. പോലീസ് സ്റ്റേഷനില്ല. പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ എന്നാ എവിടെയാ ശരിക്കും? പോലീസ് സ്റ്റേഷൻ എന്ന് ശ്രീകണ്ഠപുരത്താണ്. കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. എത്ര കിലോമീറ്റർ ഉണ്ട്? 10 കിലോമീറ്റർ ഉണ്ട്. ആ വ്യത്യാസത്തിലെ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു 10 കിലോമീറ്റർ കൂടെ അങ്ങോട്ടേക്ക് ആളുകളുണ്ടല്ലോ. 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ചുറ്റളവിലാണ് പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നത്. പോലീസ് സ്റ്റേഷനില്ല. പഞ്ചായത്ത് ഓഫീസ് അന്ന് പയ്യാവൂർ ടൗണിലല്ല, ഏരുവേശി പഞ്ചായത്താണ്. അപ്പൊ അത് ചെമ്പേരി കേന്ദ്രീകരിച്ചാണ് അതിന്റെ പ്രവർത്തനം. വില്ലേജ് പയ്യാവൂരില്ല, ഇലക്ട്രിസിറ്റി ഓഫീസില്ല, ടെലിഫോൺ ഓഫീസില്ല, ഒന്നുമില്ല. ഈ കടകളായിരുന്നു പ്രധാന കേന്ദ്രം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹി ആയതിനു ശേഷം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് യൂണിറ്റ് തലത്തിൽ താങ്കൾ നടപ്പിലാക്കിയത്? യൂണിറ്റ് തലത്തിൽ ഒന്ന് വ്യാപാരികളെ സംഘടിപ്പിച്ച് അവരുടെ ചെറുതും വലുതുമാകുന്ന പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടും. പിന്നെ ഗ്രാമത്തിലുള്ള ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അന്ന് വ്യാപാരികൾ മാത്രമല്ല, വ്യാപാരി വ്യവസായിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്നും ഇന്നും ഞങ്ങളെ വിശ്വസിക്കാറുണ്ട്. കാരണം അവരുടെ നിലനിൽപ്പ് നിങ്ങൾ തന്നെയാണല്ലോ പ്രധാന ഞങ്ങളുടെ അടുത്ത് അന്നും ഇന്നും ഒരു വിഷയമായിട്ട് വന്നാൽ ഞങ്ങൾ ജാതിയുടെ കണ്ണിലോ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലോ കാണാറില്ല. നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കും. ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കും ഞങ്ങളുടെ തീരുമാനങ്ങളും ഞങ്ങളുടെ അഭിപ്രായങ്ങളും സ്വീകാര്യമായിരുന്നു. അപ്പം നാട്ടിൽ പൊതുവെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലും വലിയ പങ്ക് ഈ സമൂഹം, വ്യാപാരി സമൂഹം വഹിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ വന്നിട്ടുള്ള എല്ലാ വികസനത്തിൻ്റെ പിന്നിലും വ്യാപാരികളുടെ കടകൾ കേന്ദ്രീകരിച്ചാണ്. അത് വ്യാപാരി വ്യവസായി ഒരു സംഘടന എന്ന കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രീകൃതമായ ഒരു പിന്തുണ നൽകാനും നേതൃത്വം നൽകാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്ന് ഈ ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് ആ കാലഘട്ടത്തിലുണ്ടോ? അത് പിന്നെ നിങ്ങൾ പറഞ്ഞ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നസ്രുദ്ദീനായത് പ്രസിഡന്റായത് 91-ലാണ്. ആ 91 വരെ വരുമ്പം ഷട്ടറുകളൊന്നും ഒന്നും കിടക്കില്ല. ഞങ്ങളുടെ ടൗണിലൂടെ കിടക്കില്ല, നിരപ്പലകയാണ്. അപ്പം വാഹന സൗകര്യങ്ങളോ ടെലിഫോൺ സൗകര്യങ്ങളോ ഒന്നുമില്ല. ശ്രീകണ്ഠപുരത്തുനിന്ന് സെൽ ടാക്സിൻ്റെ വണ്ടി വിട്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിവരം കിട്ടിയാൽ കട പൂട്ടി അങ്ങ് പോകും. കട പൂട്ടാൻ ഈ നിരപ്പലക മുഴുവൻ നിരപ്പലക എടുത്തു വെക്കും, ക്ഷണനേരം കൊണ്ട് എടുത്തു വെക്കും, കടയടച്ച് പോകും. അതൊക്കെ ഞങ്ങളുടെ ആളുകൾ ചെയ്യുന്ന ഒരു പണി അതാണ്. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഏതെങ്കിലും വരുന്ന വണ്ടിയോ, കാരണം അവർ നേരിട്ടിങ് വരികയല്ലോ, ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് വണ്ടി നിർത്തി പരിശോധിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അത്രയല്ലേ ഉള്ളൂ. കട പൂട്ടേണ്ട കട എന്ന് പറഞ്ഞാൽ അന്ന് പയ്യാവൂർ പോലുള്ള സ്ഥലത്ത് ഒരു 2-3 മലഞ്ചരക്ക് കടയുണ്ട്. മറ്റ് കടകളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചായിരുന്നു? പിന്നെ ഇല്ല, അതിലവർ അന്ന്
കണ്ടുപിടിച്ചില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടൗൺ വലുതായി, അംഗസംഖ്യ കൂടി, കച്ചവടം കൂടി. അപ്പൊ അവര് വരുമ്പോ അന്ന് നസുർക്കായിരുന്നു പ്രസിഡന്റ്. നസുറുദ്ദീൻ ബിസ്മിയും കൂട്ടി അടിച്ചോ ഇല്ല നസുർക്ക എന്ന് പറഞ്ഞ് അടിച്ചോ എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തപ്പം പരിശോധനയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. വന്ന ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞിട്ടുണ്ട്. അവരുടെ എഴുത്തുകുത്ത് നടത്തുന്ന പുസ്തകങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരുമായിട്ട് പോയിട്ട് സൗറായിട്ടുണ്ട്, രോഗിയായിട്ടുണ്ട്. കേസുകളൊന്നും പോയിട്ടില്ല. ഞങ്ങളെല്ലാം നയപരമായിട്ട് ഇടപെടും. അവരെ വേണ്ടുന്ന രീതിയിൽ അവരോട് സംസാരിക്കും. നല്ല സമീപനം കൊണ്ട് തന്നെ അവർ അന്നും പിന്മാറിയിട്ടുണ്ട്. പിന്നെ ഗുണ്ടായുസം കാണിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ആളുകളുണ്ട്, അവർ ഗുണ്ടായുസവും കാണിക്കും. ഗുണ്ടായുസം കാണിച്ചതിന് ശേഷം ഞങ്ങൾ അവരെ പോയി കാണും, ഞങ്ങൾ രമ്യതയിലാവും. അത് നേരിടാനുള്ള ഒരു 91 മുതൽ തന്നെ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷം നേരിട്ട് ഏറ്റുമുട്ടി ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അഴിഞ്ഞാട്ടം അങ്ങനെ കൂടുതലായിട്ടുണ്ടാകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ശ്രീ ദേവസ്യ മേച്ചേരി, ഇത്തരം ഏറ്റുമുട്ടലുകളിൽ ഒരു പ്രധാന സംഭവം താങ്കളുടെ ഓർമ്മയിൽ നിന്ന് താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇടപെടേണ്ടി വന്ന ഒരു വിഷയം പറയാൻ പറ്റൂ? ഒരു വിഷയം, ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയം. ഞാൻ പൊതുവെ ഒരു ഒച്ചപ്പാട് നിൽക്കുന്നയാളല്ല, സമാധാനപ്രിയനാണ്. ഇതുവരെ അടിപിടിയൊന്നും ഉണ്ടായിട്ടില്ല, ആരെ അടിച്ചിട്ടില്ല ജീവിതത്തിൽ? ഇതുവരെ ആരെ അടിച്ചിട്ടില്ല? എന്നെ അടിച്ചിട്ടില്ല. ഇല്ല, അടി കൂടിയ ചരിത്രമൊന്നുമില്ല. സ്കൂളിൽ വെച്ച് അടി ഉണ്ടായിട്ടുണ്ട്? ഇല്ലില്ല. ജീവിതത്തിൽ ഇതുവരെ അടി ഉണ്ടായിട്ടില്ല. ഇല്ലില്ല. അതുകൊണ്ടാണ് താങ്കൾ ഇപ്പൊ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിൽ എത്തിയിരിക്കുന്നത് അല്ലേ? ജനറൽ സെക്രട്ടറി. ജനറൽ സെക്രട്ടറി. എങ്ങനെ ഈ അടിപിടി ഉണ്ടാക്കാതെ ഇങ്ങനെ കയറി വരാൻ പറ്റും? അടിപിടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇല്ല. പലപ്പോഴും അതെന്താണ് താങ്കൾക്ക് ആരാണ് താങ്കളുടെ റോൾ മോഡൽ ആ കാര്യത്തിൽ? താങ്കൾ ഈ അടിയൊന്നും ഉണ്ടാക്കരുത് എന്ന് ഒരു വ്യാപാരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കയ്യെല്ലാം വിരിയായിട്ട് ഒരു വേണമെങ്കിൽ റെഡി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു 10 വയസ്സുള്ളപ്പം മുതലേ ജനത്തിന്റെ കൂടെയാണ്. ആ ജനത്തിൽ നിന്ന് കിട്ടുന്ന, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന നിരവധിയായ സന്ദേശങ്ങൾ നല്ലതിനെ ഉൾക്കൊള്ളാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിലെ റോൾ മോഡൽ ആരാണ് ശരിക്കും? പിതാവാണോ, വൈദികന്മാരാണോ, അധ്യാപകരാണോ, മാതാവാണോ? നമ്മുടെ കൂടെ കൂടുന്ന എല്ലാവരിലുള്ള ഗുണം. അതുകൊണ്ട് എല്ലാവരും റോൾ മോഡലാണ്. കൂടെ വരുന്നവരെല്ലാം റോൾ മോഡലാണ്. അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കും. യെസ്. അപ്പൊ എന്താണ് ഒരു വിഷയം താങ്കൾ ഈ ഗാന്ധിയൻ രീതിയിലൂടെ നേരിടേണ്ടി വന്ന സംഘർഷമാണ് എങ്കിൽ അത് ഗാന്ധിയൻ രീതിയിൽ അല്ല? ഏത് സംഘർഷം ഉണ്ടാകുന്നിടത്തും നമ്മുടെ സമീപനം കൊണ്ടും ഇടപെടൽ കൊണ്ടും അതിനെ നമുക്ക് ശാന്തമാക്കാൻ കഴിയും. സംഘർഷം കൊണ്ടൊന്നും നേടാൻ ആർക്കും കഴിയില്ല. സംഘർഷം കൊണ്ട് കലാപം സൃഷ്ടിക്കാൻ മാത്രമേ കഴിയൂ. സമാധാനം കൊണ്ട് എന്തും നേടാൻ വേണ്ടി കഴിയും. അതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധിജി ആ വഴിക്കായിരുന്നു. അല്ല, ഈ നസറുദ്ദീൻ പറഞ്ഞ പോലെ ബിസ്മി കൂട്ടി അടിക്കാൻ പറഞ്ഞാൽ ഇത് നിൽക്കില്ലോ, നടക്കില്ലോ, പണി നടക്കില്ലോ. അല്ല, അതും അതിനകത്ത് വേണം. സമൂഹമാകുമ്പോൾ എല്ലാം വേണമല്ലോ. ബിസ്മിയും കുട്ടി അടിയൊരു വശത്ത് വേണം. പക്ഷെ ബിസ്മിയും കുട്ടി അടിക്കാൻ പോയാൽ മാത്രം ഒന്നും നേടാൻ വേണ്ടി കഴിയില്ല. ബിസ്മിയും കുട്ടി അടിച്ച് ഒതുക്കേണ്ട ചില സാഹചര്യം വരും. അത് ആ രീതിയിൽ അത് കൈകാര്യം ചെയ്തേ പറ്റൂ. അത് പറ്റുള്ളൂ. എന്നാൽ കൂടുതൽ ഏറ്റവും നല്ലത് സ്ഥിരമായി നിന്ന് കിട്ടുന്നത് ശാന്തമായി, സമാധാനപരമായി, വിവേകപരമായി കാര്യങ്ങളെ വിലയിരുത്തുന്നതും അതിനെ നേരിടുന്നതും ആണ് ശാശ്വതമായി വിജയം. അപ്പോൾ ഇടപെട്ട ഒരു വലിയ ഇഷ്യൂ ആ രീതിയിലുള്ള ഒന്ന്, ഒരുപാട് കാര്യങ്ങൾ. എന്നാലും ഏറ്റവും ശ്രദ്ധ മനസ്സിലെപ്പോഴും ഓർമ്മ വരുമ്പോൾ അതാ ഒരു വിഷയം. ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഒന്നിനെ ഒന്ന് പറയാം. ദൈവാനുഗ്രഹം കൊണ്ട് ഇടപെട്ട ഒരു കാര്യവും പരാജയപ്പെട്ടിട്ടില്ല. ഇത് പരാജയപ്പെടാതിരിക്കാൻ കാരണം എൻ്റെ കൂടെയുള്ള ആളുകൾ, സഹഭാരവാഹികൾ, ജീവനക്കാർ എല്ലാം വളരെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി എനിക്കൊരു കേടുവരാതെ എന്നെ അവർ കാക്കുന്നുണ്ട്, എന്നെ അവർ സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ പൂർണ്ണമായും സുരക്ഷിതമാണ്. അത്ര ആത്മവിശ്വാസമുണ്ട് സഹപ്രവർത്തകരിൽ. ഓക്കെ, അതാണ് അതിൻ്റെ ജില്ലാ തലത്തിലേക്കുള്ള പ്രവർത്തനമൊക്കെ വ്യാപിപ്പിക്കുന്നത് ഏത് ഇയറിലാണ്? ഈ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്നെ താങ്കൾ ഏത് പദവിയിലേക്ക്? ഞാൻ 97 ജില്ലാ ഭാരവാഹിയായി. അത് പെട്ടെന്ന് 2001 ജില്ലാ ജനറൽ സെക്രട്ടറിയായി. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ പറഞ്ഞിട്ട് 2003 ജില്ലാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രസിഡന്റായി. എത്ര വർഷം പ്രസിഡന്റ് പദവിയിൽ? 2003 മുതൽ ഇതിപ്പോഴും പ്രസിഡന്റാണ്, ജില്ലാ പ്രസിഡന്റാണ്. ഈ 20 വർഷത്തിനിടയിൽ വ്യാപാരി സമൂഹത്തിന് വേണ്ടി കണ്ണൂർ ജില്ലയിൽ താങ്കൾ നടത്തിയിട്ടുള്ള പ്രധാന പ്രവർത്തനങ്ങൾ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രസിഡന്റ് ആകുമ്പം ഒരു യോഗം കൂടാൻ പറ്റുന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ 4 നിലകളിലായി
ഒരു 25,000-ഓളം സ്ക്വയർ ഫീറ്റിൽ സ്ഥലം വാങ്ങി ഒരു കെട്ടിടം വെച്ചു 2 വർഷം കൊണ്ട്. നഗരത്തിൻ്റെ കണ്ണായ സ്ഥലത്ത് എത്ര വർഷത്തിനുള്ളിൽ? 2 വർഷത്തിനകം. പ്രസിഡന്റായി 2 വർഷത്തിനുള്ളിൽ. 2 വർഷത്തിനകം പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്താണ് പിന്നത്തെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ 2005 ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പം ഇത് നമുക്ക് സൂഹിക്കാനുള്ളതല്ല, നേതാക്കന്മാർക്ക് ആനന്ദിക്കാനുള്ളതല്ല. കണ്ണൂർ ജില്ലയിലെ വ്യാപാരികൾക്ക്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹം തോന്നി. ജില്ലയിലെ വ്യാപാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ഷേമ പദ്ധതി ആദ്യമായി സർക്കാർ നടത്തുന്ന കേരളത്തിൽ ആദ്യമായിട്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ഇനിയിപ്പം പ്രാദേശികമായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു ജില്ലാതലത്തിൽ ആദ്യമായിട്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ? ഒന്നുമില്ല, 100 രൂപ ആളോട് മേടിച്ച് ഒരു 5,000, 8,000, 10,000 ആളെ എന്ന് പദ്ധതി ചേർത്തു. അത് 100 രൂപ വെച്ച് കിട്ടുമ്പം ഒരു പൈസ ഒന്നിച്ച് വരും. അതിൻ്റെ കൂടെ ആളുകളിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ മേടിക്കും. ഒരാൾ മരണപ്പെട്ടാൽ അന്ന് 20,000 രൂപ കൊടുക്കും. ചികിത്സയ്ക്ക് 10,000 കൊടുക്കും തുടക്കത്തിൽ. അങ്ങനെ തുടങ്ങിയ ഒരു പദ്ധതി ഇപ്പോൾ അത് 1 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. സ്വാഭാവിക മരണത്തിന് 30,000, അപകട മരണത്തിന് 1 ലക്ഷവും ഇപ്പം കൊടുക്കുന്നുണ്ട്. ചികിത്സയ്ക്കെല്ലാം 20,000 കൊടുക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനത്തിന് നാശനഷ്ടം വന്നാൽ അന്ന് മുതൽ ഇതുവരെ കൊടുക്കുന്നുണ്ട്. ഇന്നലെയും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു 20 വർഷം കൊണ്ട് എത്ര കോടിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്? എപ്പോഴും കണക്ക് കൂട്ടിയിട്ടുണ്ട്? കോടി കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു 10-50 കോടി രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ട് ഈ ചാരിറ്റി വിങ്ങിൽ. 50 ഇപ്പോഴത്തെ കുട്ടികൾ 50 ഇപ്പം പ്രത്യേകിച്ച് വേറൊരു പദ്ധതി വന്നിട്ടുണ്ട്. അതേതാണ്? ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു ആശ്രയ പദ്ധതി 2023 ജനുവരി 1 മുതൽ ആയിട്ടുണ്ട്. അതിലിപ്പോൾ 100 പേരിലധികം പൈസ കൊടുത്തു കഴിഞ്ഞു. ചികിത്സയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിന് ഒരു 10-11 കോടി രൂപയുണ്ട്. അല്ലാത്തത് വ്യാപാരികളെ ആരും സഹായിച്ചിരുന്നില്ലല്ലോ. വെള്ളപ്പൊക്കം 2018-ലും 2019-ലും ഉണ്ടായപ്പോഴും 2011 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ വ്യാപാരികളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് നമ്മൾ വ്യാപാര സ്ഥാപനം പുനരുദ്ധരിക്കുക. നമ്മളെല്ലാവരെയും വ്യാപാരികളെല്ലാവരെയും സഹായിക്കുക എന്നുള്ളതല്ല, വ്യാപാരികളെ ആരും സഹായിക്കുന്ന ചരിത്രം അതില്ല, അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വലിയ ഒരു 50 കോടി രൂപയെ കൂടുതൽ ഇപ്പം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറെ എന്തൊക്കെ പദ്ധതികളാണ് ഈ 20 വർഷത്തിനിടയിൽ നടപ്പിലാക്കി? പിന്നീട് ഒരു സഹകരണ സംഘം വ്യാപാരികൾക്ക് വേണമെന്ന് വിചാരിച്ചു. 2006 അത് കൊണ്ടുവന്നു. എന്താണ് ആ സംഘത്തിന്റെ പേര്? ഇപ്പം കണ്ണൂർ മർച്ചന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആരാണ് അതിന്റെ പ്രസിഡന്റ്? ഞാൻ തന്നെ. എത്ര കോടിയുടെ നിക്ഷേപം ഉണ്ട് അതിനകത്ത്? നിക്ഷേപം ഇപ്പോൾ ഒരു 20 കോടി 25 കോടിയുണ്ട്. എത്ര പേര് അംഗങ്ങളായിട്ടുള്ള സംഘമാണത്? ഒരു 4,000-ഓളം ആളുകൾ. 4,000. എവിടെയാണ് അതിന്റെ ഹെഡ് ഓഫീസ്? കണ്ണൂർ. ഇവിടെ തന്നെ നമ്മുടെ സ്വന്തം കെട്ടിടം. വേറൊരു കെട്ടിടം അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതെപ്പോഴാണ് എടുത്തത്? അത് 2012. എത്ര കോടി മുടക്കി? കോടി അതിനകത്ത് ഇപ്പോൾ ഒരു, അതും നഗരഹൃദയത്തിൽ തന്നെ. ഇത് തൊട്ട് സ്വന്തമായിട്ട് 2 ബഹുനില കെട്ടിടമുണ്ട്. 3. അതാ മൂന്നാമത്തെ എവിടെയാ? ഇതാ കാണുന്നത്. അത് അവിടെ എന്താണ്? ഇത് നമ്മൾ വേറെയും പദ്ധതികളുണ്ട്. അപ്പൊ ആ പദ്ധതികളുടെ അല്ല, അത് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാപാര സമൂഹത്തിൽ ഇത്രയും ആളുകൾ നിങ്ങളുടെ ആളുകളിലേക്ക് സാധാരണ മനുഷ്യർ എത്തുന്നില്ലല്ലോ. ഇപ്പം ഇത് തന്നെ ഞാൻ അറിയുന്നത്, നിങ്ങൾക്കൊരു വ്യാപാര ഭവനുണ്ടെന്നറിയാം, അപ്പുറത്ത് വേറൊരു കെട്ടിടമാണ്, അതും ബഹുനില കെട്ടിടമാണ്. എത്ര നിലയാണ് അപ്പുറത്തുള്ളത്? 4 നില. അവിടെ എന്തൊക്കെ പ്രവൃത്തികളാണ് നടക്കുന്നത്? അതിപ്പം വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശം 2016 നമ്മൾ ഒരു വെൽഫെയർ സൊസൈറ്റി രൂപീകരിച്ചു. അപ്പോൾ അതിലെ അംഗങ്ങൾക്കെല്ലാം ചികിത്സാ സഹായമായിട്ട് 25,000, മരണത്തിന് 50,000 കൊടുക്കുന്ന ഒരു സ്കീമാണ്. അതിൻ്റെ വരുമാനം സ്ഥിരമായൊരു വരുമാനം വേണം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി ഇട്ട ഓരോ കെട്ടിടങ്ങൾക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഈ കെട്ടിടം തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ആസ്ഥാനം, അപ്പുറത്തൊരു കെട്ടിടം തുടങ്ങുമ്പോൾ വെൽഫെയർ, ആളുകളുടെ, നിങ്ങളുടെ അംഗങ്ങളുടെ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ, അപ്പുറത്ത് നിങ്ങളുടെ ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങൾ. പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? അതൊക്കെ തന്നെ മെയിനായിട്ടുള്ള പദ്ധതി. ആശ്രയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഏകദേശം 21,000 ആളുകളുണ്ട്. അതിനകത്ത് ഇപ്പം 100 ചില്ലറ ആൾക്ക് മരണാനന്തര ആനുകൂല്യം കൊടുത്തു, ചികിത്സാ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെ ചികിത്സാ സഹായം വർദ്ധിപ്പിക്കണം എന്നുള്ള പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. 20 വർഷത്തിനിടക്കുണ്ടായ ഇത്തരം നേട്ടങ്ങൾക്ക് പുറമെ, ഇത് ഭൗതികമായി നമ്മൾ കാണുന്ന ഈ നേട്ടങ്ങൾ, ഇതിനു പുറമെ ജില്ല വ്യാപിച്ച് കിടക്കുന്ന മറ്റെന്തൊക്കെ
സംഭവങ്ങളാണുള്ളത്. വ്യാപാരികളുടെ ഒരു കൂട്ടായ്മയിൽ ഉയർന്ന അല്ല, ഇതൊരു ഇതിവിടെ നിങ്ങളുടെ ജില്ലാ ആസ്ഥാനമാണ്. സാമ്പത്തിക സുരക്ഷത്തിന് വേണ്ടിയാണ് ജില്ലയില് 217 യൂണിറ്റുകളെ ശക്തമാക്കി നിലനിർത്താൻ. 217 യൂണിറ്റുകളുണ്ട് ജില്ലയിൽ. സംസ്ഥാനത്ത് മൊത്തം എത്ര യൂണിറ്റുകളുണ്ട്? 4000-ഓളം വരും. 4000-ഓളം യൂണിറ്റുകൾ. ഈ 217 യൂണിറ്റുകളും ശക്തമാണ്. അവർക്കൊക്കെ സ്വന്തമായി കെട്ടിടങ്ങളിലെ യൂണിറ്റുകളുണ്ടോ? സ്വന്തമായി ഒരു 100 പേർക്കെങ്കിലും. 100 പേർക്ക് സ്വന്തം. അതും നിങ്ങളെപ്പോലൊരു നേതൃത്വമാണല്ലോ. 100 വ്യാപാരഭവൻ പണിയുന്നതിന് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ സഹായം കൊടുക്കും. അവർക്ക് കൊടുക്കും, സഹായം കൊടുക്കും. പിന്നെ ഈ ജില്ലയില് ഞങ്ങൾക്ക് 30,000 മെമ്പർമാരാവും. അതിനകത്ത് നേരിട്ട് 1,000 രൂപയുടെയെങ്കിലും സഹായം കിട്ടാത്ത ആളുകൾ കാണില്ല. ഒരു 10-20,000. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് കണ്ണൂർ ജില്ലയിലാണോ? അല്ല, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് ഇപ്പം എറണാകുളമാണ്. രണ്ടാമത്തെ സ്ഥാനം കോഴിക്കോടാണ്. പിന്നെ മലപ്പുറം, തൃശ്ശൂർ, തിരുവനന്തപുരം. 10 ലക്ഷം പോരല്ലോ. അല്ല, അത്രയും 10 ലക്ഷം വരും. അത്ര വരും. അതിൽ താഴെ വരും. അവിടെയാണ് അംഗസംഖ്യ കൂടുതൽ. ഈ ഇത്തരം സ്ഥാപനങ്ങളിലൂടെയൊക്കെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം എന്താണ് ശരിക്കും? നിങ്ങൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമുണ്ടോ? വ്യാപാരികൾക്കൊപ്പം സമൂഹത്തിന് വേണ്ടി വേറെതൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഞങ്ങളുടെ പ്രവർത്തനം 3-4 തട്ടായിട്ട് നമുക്ക് തിരിക്കാം. എങ്ങനെയാണത്? ഒന്ന്, വ്യാപാരത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ യാതൊരു അറിവില്ലാതെ വരുന്നത്. അവർക്ക് പ്രത്യേകിച്ച് കോച്ചിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും കൊടുക്കുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതും വ്യാപാരികളാണ്. ഒരു പ്രധാന പോയിന്റാണ്. അപ്പം ഞങ്ങളുടെ യോഗങ്ങളിൽ ഞങ്ങൾ വിദഗ്ധരെ കൊണ്ടുവന്ന് കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൊണ്ടുവരുന്ന നിയമങ്ങളിലെ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും അവരെ പഠിപ്പിക്കും. എങ്ങനെ ഉത്തമ പൗരനായിട്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയും, നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ ഈ രാജ്യത്തുള്ളവർക്ക് പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിയൂ. അപ്പോൾ അവരെ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് ഒന്നാമത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു അധ്യാപകൻ്റെ റോളിൽ സംഘടന വരുന്നു. പിന്നെ ഉപഭോക്താക്കളോട് എങ്ങനെ ഇടപെടണം, ഉദ്യോഗസ്ഥന്മാരോട് എങ്ങനെ ഇടപെടണം, ജനപ്രതിനിധികളോട് എങ്ങനെ ഇടപെടണം. അറിവിൻ്റെ കുറവ് കൊണ്ട് തെറ്റ് ചെയ്തത് കൊണ്ട് ഒരാൾ രക്ഷപ്പെടുന്നില്ലല്ലോ. അപ്പം സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളോടും എങ്ങനെ ഇടപെടണം എന്ന് സ്വഭാവ രൂപീകരണത്തിൽ ഇടപെടും. പിന്നെ ഒരു വ്യാപാരം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ, വ്യാപാരം നന്നാകണമെങ്കിൽ നാട് നന്നാകണം, നാട് വികസിക്കണം, നാട്ടിൽ സമാധാനം. അതിൽ നാട്ടിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള, കലഹങ്ങൾ ഒഴിവാക്കാനുള്ള പ്രത്യേകമായ ട്രെയിനിങ് നമ്മുടെ ആളുകൾ തന്നെ സ്വീകരിക്കാൻ അവർക്ക് കൊടുക്കും. നാട്ടിൽ പാവപ്പെട്ട ആളുകൾ, അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർ, വീട് ഇല്ലാത്തവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള സാമ്പത്തിക സഹായം ഞങ്ങളുടെ ഓരോരുത്തരുടെയും പരിധിയിൽ ഒതുങ്ങുന്നതിലപ്പുറത്ത് ചെയ്യാനുള്ള ഉപദേശം കൊടുക്കും. എല്ലാ യൂണിറ്റുകളും അത് പ്രാവർത്തികമാക്കും. പിന്നെ വികസനം നാട്ടിൽ ആവശ്യമാണ്. അപ്പോൾ നാട്ടിൽ വികസനം ഏതാണ് വേണ്ടത് എന്ന കാര്യം സമൂഹത്തിലെ മറ്റാരേക്കാൾ കൂടുതൽ നാടിൻ്റെ സ്പന്ദനം അറിയുന്നവർ വ്യാപാരികളാണ്. എല്ലാ വിഭാഗം ആളുകളായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരികളാണ്. അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരോടായാലും MLA-മാരോടായാലും MP-മാരോടായാലും അതാത് പ്രദേശത്തിൻ്റെ ആവശ്യം ശ്രദ്ധയെ കൊണ്ടുവരാൻ പ്രത്യേകമായി ശ്രദ്ധിക്കും. ഞങ്ങൾ അതിൽ ശ്രമിക്കുമ്പോൾ തന്നെ ആർക്കും ഞങ്ങളൊരു പക്ഷം പിടിച്ചല്ലാന്നും അതിനകത്തൊരു രാഷ്ട്രീയ ചായ്വില്ല എന്ന് തോന്നുമ്പം ഒട്ടുമുക്കാലും കാര്യങ്ങൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ജനപ്രതിനിധികളെ പ്രേരിപ്പിക്കാറുണ്ട്. പിന്നെ ഒരു ജനപ്രതിനിധികളെ വളർത്തിക്കൊണ്ട് വരുന്നതിലും വലിയ പങ്കാണ് ഞങ്ങൾ വഹിക്കുന്നത്. സാമ്പത്തികമായിട്ടും സഹായിക്കും, വോട്ട് കൊടുത്തും സഹായിക്കും, ഉപദേശം കൊടുത്തും സഹായിക്കും. അവർ നടത്തുന്ന പ്രവർത്തനത്തിന് പരിപൂർണമായ പിന്തുണ. ദേവസ്യ മേച്ചേരി, ഇത് താങ്കൾ പറഞ്ഞു വരുമ്പോൾ ഒരു കഥ കേൾക്കുന്ന ആ ഒരു രസത്തിലാണ് പോകുന്നത്. കഥ ഇത്രയേറെ അടിത്തറയുള്ളൊരു പ്രസ്ഥാനമാണ് ഇത് എന്നൊരു പക്ഷേ പല പ്രേക്ഷകർക്കും അറിയുന്നുണ്ടാകില്ല. താങ്കൾ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ ആദ്യത്തിൽ ഏത് പോസ്റ്റിലേക്കാണ്? സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ്. ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും. ഏത് ഇയറിലാണ് സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വരുന്നത്? 2003. എത്ര സംസ്ഥാന സെക്രട്ടറിമാരുണ്ടായിരുന്നു? 4 പേര്. 4 പേര്. അതിലൊരാളായിരുന്നു. അത് ഈ നസറുദ്ദീനായിട്ടുള്ളൊരു ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? നസറുദ്ദീനായിട്ട് ഏറ്റവും നല്ല അഭ്യത്യമായ ബന്ധമാണ്. നസറുദ്ദീൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്.
ആ നസറുദ്ദീനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഒരു മൺമറഞ്ഞു പോയ നേതാവ്, നല്ല ലീഡറാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൽ കണ്ട ക്വാളിറ്റികൾ? അത് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന അണികളെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം സമർത്ഥമായ രീതിയിൽ നിൽക്കും. ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താനും പരിധിയിൽ നിർത്താനും ഭീഷണിപ്പെടുത്താനും കഴിയുന്ന ശക്തനായ ന്യായത്തിന് വേണ്ടി ഏത് അറ്റത്ത് പോകും ഒരു നേതാവായിരുന്നു. ഭരണാധികാരികൾ ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യം ഭരിച്ച മുഖ്യമന്ത്രിമാരായിട്ടും മന്ത്രിമാരായിട്ടും വളരെ ബന്ധം സ്ഥാപിക്കാനും നസ്രുദ്ദീൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നസ്രുദ്ദീൻ പറയുന്നത് എത്ര ശത്രുക്കളായാലും അത് കേൾക്കുകയും ചെയ്യും, അത് പ്രാവർത്തികമാക്കാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടായിരുന്നു? വൈസ് പ്രസിഡന്റ്. അത് കഴിഞ്ഞ് സംസ്ഥാന ട്രഷറർ. ഇപ്പൊ ട്രഷറർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാമ്പാണല്ലോ. ഇപ്പൊ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഹൃദയമായി അതിന്റെ പൾസായി പോകുന്നു. ഈ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപാര സമൂഹത്തിന് എതിരെ കൊണ്ടുവരുന്ന നിയമങ്ങൾ തിരുത്തൽ വരുത്തണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനം കൊണ്ടേ കഴിയും. ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നയത്തിനെതിരെ നിലപാടുകൾ സ്വീകരിക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിയും. അപ്പോൾ വ്യാപാരികൾക്കും നാടിനും ദോഷകരമാകുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പം നിയമനിർമ്മാണ സഭയിലില്ലെങ്കിലും പ്രതിപക്ഷങ്ങൾ നിസ്സംഗതയോടുകൂടി ഇരിക്കുമ്പോഴും വളരെ ശക്തമായ നിലപാട് സംസ്ഥാനത്തിനകത്തും പുറത്തും സ്വീകരിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ ഒന്ന് മായം ചേർക്കൽ നിരോധന നിയമം. അതിൻ്റെ അപാകതകളുടെ പേരിൽ കൽത്തുറങ്ങളിൽ നൂറുകണക്കിന് ആളുകളെ അടച്ചിരുന്നു. അത് ഞങ്ങളുടേതായ ചെറുകിട വ്യാപാരികളുടെ കുറ്റം കൊണ്ടായിരുന്നില്ല. അത് ഞങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. നിയമസഭയ്ക്കകത്ത് അതിന് MLA-മാരുടെ ഒരു സബ് കമ്മിറ്റി വെച്ചു. അവർ ജനപ്രതിനിധികളായിട്ടും പൊതുജനങ്ങളായിട്ടും വ്യാപാരികളായിട്ടും ഒക്കെ സിറ്റിംഗ് നടത്തി ഗവേഷണം നടത്തി നമ്മൾ പറയുന്ന കാര്യം ശരിയാണ് എന്ന് സംസ്ഥാന നിയമസഭയിൽ റിപ്പോർട്ട് കൊടുക്കുകയും അത് കേന്ദ്ര ഗവൺമെൻറ് മാറ്റേണ്ട ഒരു നിയമമായിരുന്നു. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിലേക്ക് അത് മാറ്റം വരുത്തിക്കൊണ്ട് വ്യാപാരികളെ സംരക്ഷിക്കുന്ന നിയമം കേന്ദ്രത്തിൽ വരുത്താൻ വേണ്ടി കഴിഞ്ഞു. ഒന്നതാണ്. രണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാവശ്യമായ ഇടപെടലുകൾ പൂർണ്ണമായും അവസാനിച്ചില്ലെങ്കിലും ഇപ്പം പറഞ്ഞാൽ ഒരു മേഖലയിലും അങ്ങനെ ഒരു പരിശോധിച്ച് വ്യാപാരികളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അവർക്ക് ധൈര്യം വരുന്നില്ല. തൊഴിൽ നിയമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു. വ്യാപാരം ഒരു വലിയ തൊഴിലായിട്ട് അംഗീകരിക്കാനും അതിന് സംരക്ഷണം ഉറപ്പുവരുത്താനും കഴിയും. പിന്നെ ഗവൺമെൻറ് തന്നെ എല്ലാ കമ്മിറ്റികളിലും വ്യാപാരി പ്രതിനിധികളെ ഉൾപ്പെടുത്തി വ്യാപാരികളുടെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ആവശ്യമായ മാറ്റം വരുത്താൻ കഴിഞ്ഞു. അപ്പോൾ ഒരു മുഖ്യധാരയിലേക്ക് എത്താൻ ഈ സംഘടനയ്ക്ക് കഴിയും. എവിടെയാണ് ശരിക്കും ആസ്ഥാനം ഇതിൻ്റെ? സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്താണ് ആസ്ഥാനം. അവിടെ എന്തൊക്കെയാണ് ഇത് ഈ പറഞ്ഞതുപോലെ ഒത്തിരി കെട്ടിടങ്ങളും ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ? ഞങ്ങളുടെ പൂക്കുഞ്ഞി സാഹിബ് പ്രസിഡൻ്റായിരുന്നപ്പം ടി നസറുദ്ദീൻ ജനറൽ സെക്രട്ടറിയും കണ്ണൂരുകാരനായ കുഞ്ഞേട്ടൻ ട്രഷറുമായിരുന്നപ്പം അവിടെ ഒരു 4 നിലയിലുള്ള കെട്ടിടം എടുത്തു. അതിപ്പം 87 എടുത്തത്. അതിൻ്റെ ആഫീസായിട്ട് അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതെന്താണ്? അല്ല, അതാ ഒന്നാമത് കൂടുതൽ ഒരിക്കലും തിരുവനന്തപുരത്തുകാർ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ആയിട്ടില്ല. അപ്പം കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ കാലം അതിൻ്റെ പ്രവർത്തനം നടന്നത്. രജിസ്ട്രേഡ് ഓഫീസ് തൃശ്ശൂരുമാണ്. തൃശ്ശൂർ രജിസ്ട്രേഡ് ഓഫീസ്, ആസ്ഥാനം തിരുവനന്തപുരം, പ്രവർത്തന കേന്ദ്രം കോഴിക്കോട്. ഇതാണ് ഈ സംഘടനയുടെ പ്രത്യേകത. ഇപ്പം നസറുദ്ദീൻ മരണ ശേഷം തിരുവനന്തപുരത്തേക്ക് ഞാൻ ട്രഷറായിരുന്നപ്പം വലിയൊരു പൈസ ബാക്കി വരുത്താൻ കഴിയും. 1 കോടിയിലധികം ഉറുപ്പിയെന്ന് 5 കൊല്ലം കൊണ്ട് സംഘടനയ്ക്ക് മെച്ചം വരുത്താൻ കഴിഞ്ഞു. ആ പണം ഉപയോഗിച്ച് തിരുവനന്തപുരത്തെ കെട്ടിടം നവീകരിച്ച് എല്ലാ സൗകര്യത്തോടു കൂടി തിരുവനന്തപുരം. വേറെ എവിടെയൊക്കെയാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ഓഫീസുകളും ആസ്ഥാനങ്ങളും ഉള്ളത്? സംസ്ഥാന കമ്മിറ്റിക്ക് സ്വന്തമായിട്ട് തിരുവനന്തപുരത്ത് ഒരു
17 സെന്റ് സ്ഥലവും കെട്ടിടവും ഉണ്ട്. വയനാട്ടിൽ 30 ഏക്കർ സ്ഥലം എടുത്തിരുന്നു. അവിടെ എന്താണ്? അവിടെ മെഡിക്കൽ കോളേജിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ അത് പിന്നെ തർക്കം വന്ന് 14 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്ത് 16 ഏക്കർ സ്ഥലമാണ് ഇപ്പം ബാക്കി. അതിനെ വിട്ടുകൊടുക്കേണ്ടി വന്നു. അത് പിന്നെ വനഭൂമിയാന്നൊക്കെ പറഞ്ഞൊരു തർക്കം കൊണ്ടുവന്നാണ് ഗവൺമെന്റ്. അവിടെ ഇനി എന്താണ് വിഭാവനം ചെയ്യുന്നത്? മെഡിക്കൽ കോളേജ് തന്നെയാണോ അതെയോ? അവിടെ ഇപ്പം ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 3 ഏക്കർ സ്ഥലം വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വീട് വെക്കാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഈ ദുരന്തം, വയനാട് ദുരന്തത്തിന്റെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏകോപന ചുമതല താങ്കൾക്കാണോ? അതിന്റെ ഒരു ചെയർമാനായിട്ട് എടുത്തിട്ടുണ്ടല്ലേ തന്നെ, ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ചുമതല വരും. അപ്പോൾ 3 ഏക്കർ നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എവിടേക്കാണ് പ്രവർത്തനങ്ങളുള്ളത്? പിന്നെ ഞങ്ങളിപ്പം വയനാട്ടിൽ കടപോയവർക്ക് മുഴുവൻ കടവച്ചു കൊടുക്കും. കച്ചവടം ചെയ്യേണ്ട കട നിറച്ച് സാധനം ഇറക്കി കൊടുക്കും. അതിന് ജില്ലാടിസ്ഥാനത്തിൽ ഞങ്ങൾ മെമ്പർമാരുടെ അടുത്തുനിന്ന് പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യും. വീട്ടുപകരണം ഇല്ലാത്തവർക്ക് വീട്ടുപകരണം മേടിച്ചു കൊടുക്കും. ഫോൺ നഷ്ടപ്പെട്ടവർക്ക് ഫോൺ മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ കൂടുതൽ പ്രവർത്തനം പല സ്ഥലത്തു നിന്നും പോയാലും കലക്ട്രേറ്റിൽ സാധനം കെട്ടിക്കിടക്കുക. ആ കെട്ടിക്കിടക്കുന്ന ഫോട്ടോയാണ് വാട്സപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ ആഫീസിൽ നിന്ന് സാധനം ക്യാമ്പിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഈ കലക്ട്രേറ്റിൽ വന്ന സാധനം തരംതിരിക്കാനോ അത് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം അവർക്കില്ല. ഞങ്ങൾ അയച്ചു കൊടുത്ത സാധനം പോലും ഈ കെട്ടിൽപ്പെട്ട് കിടക്കുക. പോലീസുകാർക്ക് ബൂട്ട് പോലും എത്തിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രാദേശികമായിട്ടുള്ള കടയിലുള്ളതൊക്കെ എടുത്തു കൊടുത്താണ് അവിടുത്തെ നവീകരണ പ്രവർത്തനം ഇപ്പം നടക്കുന്നത്. ഞങ്ങളെല്ലാ കാര്യത്തിലും ഇടപെടും. വ്യാപാരികൾ എന്നുള്ളതില്ല, നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടും. നാടിലെ ജനങ്ങളും നാടിൻ്റെ വികസനമാണ് ഞങ്ങളുടെ. ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇതുള്ള പ്രവർത്തനം ഇനിയുള്ള കാലത്തേക്ക് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് വരും കാലഘട്ടത്തിലേക്ക്? ഒന്ന്, ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഈ സ്വദേശ വിദേശ കുത്തകളുടെ കടന്നുകയറ്റം, ഓൺലൈൻ വ്യാപാരം, വഴിയോര വ്യാപാരം. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വ്യാപാരത്തിനൊരു സ്ഥിരതയില്ല. വ്യാപാരം ആര് ചെയ്യണം? അത് ഗവൺമെൻറ് ചെയ്യണോ, അത് റൂട്ടിൽ ചെയ്യണോ, കടയ്ക്കകത്ത് ചെയ്യണോ എന്ന് കൃത്യമായ ഒരു വ്യവസ്ഥയില്ല. അപ്പം വ്യാപാരം ആര് ചെയ്യണം? ഒരു വ്യാപാരി എന്തായിരിക്കണം? ആ വ്യാപാരം ഏതു രീതിയിൽ ചെയ്യണം? നിർവചനം അത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ചെലുത്തി എല്ലാ വ്യാപാരവും നിയന്ത്രണ വിധേയമാക്കണം, നിയമവിധേയമാക്കണം. രാജ്യത്തിൻ്റെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. വാടകയ്ക്ക് ചെയ്യുന്നതിനൊരു നിയമം, വഴിയിൽ ചെയ്യുന്നതിന് വേറൊരു നിയമം, ഓൺലൈൻ ചെയ്യുന്നതിന് വേറൊരു നിയമം എന്ന് പറഞ്ഞാൽ ഒരു വ്യാപാരമാകില്ല. അത് നാടിൻ്റെ പുരോഗതിക്കും തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് നാടിന് പുരോഗതി വേണം. കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖലയാണ് വ്യാപാര മേഖല. അപ്പോൾ ആ വ്യാപാരത്തിന് കൃത്യമായ ഒരു സിസ്റ്റമാണ്, കൃത്യമായ വ്യവസ്ഥകൾ ഗവൺമെൻറ് കൊണ്ടുവരണം എന്നതാണ് ഈ വ്യാപാര മേഖലയെ പിടിച്ചു നിർത്താൻ ഞങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യവസായങ്ങൾ വളരുന്നില്ല, അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാർഷിക മേഖല ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി തരിശായിട്ട് കിടക്കുകയാണ്. ചെറുകിട വ്യാപാര മേഖല മാത്രമാണ് ഇപ്പോൾ ഒരു തൊഴിൽ നൽകുന്ന അവസരം. പക്ഷേ ഇവിടെ പണിയെടുക്കാൻ ആളുകൾ തയ്യാറാകാതെ ലക്ഷക്കണക്കിനായിട്ട് ഉള്ള ആളുകൾ പുറത്തേക്ക് പോവുകയാണ്, വിദേശത്താണ്. വിദേശത്ത് പോകുന്ന ആളുകൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ നിക്ഷേപം മുടക്കിയാൽ അതിന് സുരക്ഷിതത്വം ഇല്ല എന്നതാണ് ഇവിടുത്തെ സാഹചര്യം. കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചുള്ള സാഹചര്യം. നല്ലൊരു ചികിത്സ ഇവിടെ ലഭിക്കുന്നില്ല. ചികിത്സ കിട്ടണമെങ്കിൽ അന്യ സംസ്ഥാനത്തേക്ക് പോകണം. അതുപോലെ തന്നെ നല്ലൊരു വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഒരുപാട് കുട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസം ചെയ്യാൻ ആയിരക്കണക്കിന് പുറത്തേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കും കർണാടക ഇതര സംസ്ഥാനത്തേക്കും. ഇതിലൊക്കെ സമൂലമായ മാറ്റങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? വ്യാപാരികൾ വലിയ മാറ്റങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ നാട് എന്നാലേ കച്ചവടം ഉണ്ടാവും. രാഷ്ട്രീയത്തിലേക്ക് ഇവിടുത്തെ തൊഴിലായ്മയും പട്ടിണിയും മാറ്റാൻ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം.
ആ തൊഴിലൊക്കെ ഇന്ന് കിട്ടുന്ന വരുമാനം ഈ നാട്ടിൽ തന്നെ വിനിയോഗിക്കാനുള്ള വിനിമയ സംസ്കാരം ഈ സംസ്ഥാനത്തുണ്ട്. അത് ഗവൺമെന്റിനെ കഴിയും. അത് ഗവൺമെന്റിന്റെ ശ്രദ്ധ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ പാർട്ടിയിലും പറ്റിയ ആളുകളുണ്ട്. ഞങ്ങൾക്കതിനും അതൊരു പ്രശ്നമില്ല. എല്ലാ മതത്തിലും പറ്റിയാണ്. അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാം, അവനവൻ്റെ രാഷ്ട്രീയ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാം, അതിന് തടസ്സമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തൊഴിലിൻ്റെ രാഷ്ട്രീയമാണ്. ആ തൊഴിൽ സംരക്ഷിക്കാൻ ഉതകുന്ന നിയമങ്ങളും ചട്ടങ്ങളും ആരാണോ നടപ്പിൽ കൊണ്ടുവരുന്നത് അവരോടൊപ്പം. ഇനി നമുക്ക് അദ്ദേഹത്തെ കുടുംബത്തെ കുറിച്ച് ചോദിക്കണ്ട. അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ ചോദിച്ചു, വിവാഹം എവിടെ നിന്നാണ്, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണ്? അത് പയ്യാവൂരിൽ തന്നെ. അതെങ്ങനെയാണ്? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അല്ല, പ്രണയം അറിഞ്ഞു വെച്ച് കണ്ടെത്തി. എന്താണ് ഭാര്യയുടെ പേര്? സെലിൻ. മക്കൾ എത്ര പേര്? ഭാര്യ എന്താ ചെയ്യുന്നത്? ജോലിയുണ്ടോ? വ്യാപാരത്തിലാണ്. വ്യാപാരം. നിങ്ങളുടെ വ്യാപാരം അവർ നോക്കി നടത്തുന്നു. മക്കള് 3 പേര്. എന്തൊക്കെയാണ് പേര് അവരുടെ? ഒരാള് വിദേശത്താണ്. എന്താ പേര്? ഡെറീഷ്. എന്ത് ചെയ്യുന്നു വിദേശത്ത്? അവൻ വിദേശത്തുള്ള ജോലിയാണ്. വിദേശത്ത് പോയ ജോലി എന്താണെന്ന് അവർ നമ്മളോട് പറയില്ല. വിദേശത്തുള്ള ജോലിയാണ്. എല്ലാവരും ദുബായിലാന്ന് പറയും. പ്രത്യേകിച്ച് ദുബായിലാണ്. തീർന്നു. അടുത്തയാള് ടീച്ചറാണ്. അത് നാട്ടിൽ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ ആള് വീട്ടിൽ സ്വസ്ഥം. എന്ത് ചെയ്യുന്നു? വീട്ടിലുള്ള ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. ദേവസ്യ മേച്ചേരി എന്ന വ്യാപാരി നേതാവുമായിട്ടുള്ള ഈ സമയം ഒരു മിനിറ്റ് പോലും ശങ്കിച്ച് നിൽക്കാതെ ഒരു പക്ക ഒരു രാഷ്ട്രീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് അദ്ദേഹം ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നുപോയത്. അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടയ്ക്ക് ഞാനൊന്ന് ബ്ലോക്ക് ചെയ്യാൻ രാഷ്ട്രീയം ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത് സംസ്ഥാന കമ്മിറ്റിയുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു തീരുന്നത് വരെ അദ്ദേഹം എൻ്റെ ചോദ്യത്തിന് മറുപടി തരാൻ തയ്യാറായില്ല. അത് പൊതുവെ ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരിലാണ് നമ്മൾ കാണാറുള്ളത്. അവർക്ക് പറയാനുള്ളത് പറഞ്ഞു തീർന്നിട്ടേ അവരടുത്ത ചോദ്യത്തിന് മറുപടി തരാൻ പലപ്പോഴും നിൽക്കാറുള്ളൂ. അപ്പോൾ ഇവരിൽ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കങ്ങനെ രാഷ്ട്രീയമില്ല, തൊഴിലിൻ്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾക്കെന്ന്. ഒരു കാര്യം ബോധ്യമാണ്, വ്യാപാര സമൂഹം, ആ സംഘടന, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, അവർക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സംഘടനയല്ല. അവർ ഈ സമൂഹത്തിന് വേണ്ടി നിൽക്കുന്ന സംഘടനയാണ്. ഏത് കുത്തക മുതലാളി വന്നാലും നമ്മുടെ നാട്ടിലെ സാധാരണ കച്ചവടക്കാർ തന്നെയാണ് നമ്മുടെ ആശ്രയം. 500 രൂപയ്ക്ക് സാധനം വാങ്ങി 400 രൂപയെ കയ്യിലുള്ളൂവെങ്കിൽ അത് കൊടുത്ത് ബാക്കി 100 രൂപ നാളെ തരാം എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ സാധനം തരാൻ അവരെ നമുക്കുള്ളൂ. കുത്തകകൾ പണം അടച്ചത് 1 രൂപ കുറഞ്ഞാൽ ആ 1 രൂപയ്ക്കുള്ള സാധനം എടുത്തു മാറ്റി വെക്കും. പിന്നെ ഇവിടുത്തെ നേതാക്കളെല്ലാം വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഈ സമൂഹം വളർന്നിട്ടുണ്ടെങ്കിൽ, അവിടെയൊക്കെ ഈ വ്യാപാരി സമൂഹത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇവർ നമ്മളുടെ ഹൃദയത്തിൽ ചേക്കേറിയവർ തന്നെയാണ്, നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അതുകൊണ്ട് ഈ വ്യാപാരി സമൂഹത്തെക്കുറിച്ചുള്ള ഈ സക്സസ് സ്റ്റോറിയിൽ മേച്ചേരി പങ്കുവെച്ച കാര്യങ്ങൾ നമ്മുടേതു കൂടിയാണ് എന്ന ബോധ്യത്തോടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ എപ്പിസോഡ് ഞാൻ സമർപ്പിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം ദേവസ്യ മേച്ചേരിക്കും കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.